ആണല്ലോ എന്താ പറ്റേ. ഓ ആ ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ സെറ്റ്. ആണോ എന്താ റെഡി ആക്കാനിരിക്കുന്നു. പൊട്ട് മാത്രം കുഴപ്പമില്ല. കല്ലുപൊട്ടല്ലേ ഇരിക്കട്ടെ. അവനായിട്ട് മാച്ച് പിന്നെ അവനായിട്ട് മാച്ച് കയറി കല്ലുപൊട്ട. ഓ ശരിയാണല്ലോ. അപ്പൊ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓ ഈശ്വര. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇറ്റ്സ് ഫോർ എ വെരി സ്പെഷ്യൽ ഒക്കേഷൻ. സോ കഴിഞ്ഞ ദിവസം കടമുക്കുടി വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അളകെന്താ പറയുന്നുണ്ടെന്നല്ലേ. വി ആർ എ പാർട്ടി ഓഫ് ദീസ് മെനി പീപ്പിൾ വിച്ച് ഇൻക്ലൂഡ്സ് എ 90-year-old, എ പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് അതർ പീപ്പിൾ. സോ ബേസിക്കലി അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞങ്ങളുടെ വീട്ടിലൊരു പ്രഗ്നൻറ്റ് വുമൺ ഉണ്ടെന്ന്. സോ ഞങ്ങളുടെ ചേച്ചിയാണ് ടെക്നിക്കലി, ഞങ്ങളുടെ ചേട്ടൻ്റെ വൈഫ്. ചിന്നൂസ് 7 months പ്രഗ്നൻ്റ് ഇപ്പോൾ. ആൻഡ് നമുക്ക് 7 months വി ഹാവ് ദിസ് ഫങ്ഷൻ. നമ്മുടെ എന്താ അതിന് പറയുക കറക്റ്റ് എനിക്കറിയില്ല. ബേസിക്കലി 7-ാം മാസം കാണാൻ വരലെന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ 7 തരം സാധനങ്ങളായിട്ട് ചിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഇനി 9-ാം മാസം ആകുമ്പോൾ 9 തരം സാധനങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചിന്നുയുടെ വീട്ടിലോട്ട് പോകും. ബേസിക്കലി ദിസ് ഇസ് ഇൻ എ വേ ടു ബ്ലസ് ദ ടു ബി ബോൺ ചൈൽഡ് ആൻഡ് ദ മദർ. സോ ഐ റിയലി ലവ് ഇങ്ങനത്തെ വാവന്മാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസൊക്കെ ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ആ ഫങ്ഷനാണ്. ആൻഡ് ചിന്നുള്ള കല്യാണ സാരി, എന്താണ് കല്യാണ സാരി ഉടുത്തിട്ടാണ് പോവുക, അങ്ങനെ എന്തോ ചടങ്ങൊക്കെ ഉണ്ട്. സോ ചിന്നു ഇന്ന് കല്യാണ സാരിയൊക്കെയാണ് ഇടണേ. ഞങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഞങ്ങളൊരു 1 മണിക്കൂർ മുന്നേ അവിടെ എത്തിയിരുന്നെങ്കിൽ ചിന്നു റെഡിയാവുന്നതിന് മുന്നേ അവിടെ എത്താം എന്നായിരുന്നു ഞങ്ങളുടെ ഐഡിയ. പക്ഷേ തന്നെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ 9:30 സ്ലൈറ്റ്ലി ലൈറ്റ് റെയിനോ. അപ്പോൾ അത് കാരണം മിക്കവാറും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ഐഡിയാസ് ആഗ്രഹമുണ്ട്, അവരത് എക്സിക്യൂട്ട് ചെയ്ത പരിചയമില്ലാത്തതിന്റെ പ്രോബ്ലം ഉള്ളൂ. പക്ഷെ ആർക്കും അത് കൊടുക്കാറില്ലല്ലോ. അടുത്ത കയ്യില് വളയിട്ടു ഊരണോ സ്ക്രൂ ഉണ്ടാ. തലൊന്ന് കുളിക്കുകയാണെങ്കിൽ ജിമിക്ക് കുലുക്കുക മതി. അയ്യോ താരേ മതി. സംവത്സരാധിക കാലഗമനി കേളഗമന അക്കരെ ലീലാലമണി. അത് നോക്കാം. നാളെ ഇവിടെ പരിപാടി ഇല്ലല്ലോ, ഇന്നലെ അതെ. ഒരു രാശം കൂടി നടത്തിക്കല്ലേ അവരെ. സംവത്സരാധികാര അനിക്ക് ഓ തുന്തരി അത് കേറ്റിട്, മേലിലത്തെ കേറ്റിട്. അല്ല ഞാൻ ഇവിടെ നിൽക്കാം. അശ്വിനി പോയി. പതുക്കെ വാ. ഓക്കെ, ചിന്നു വരുന്ന ആ ഗ്യാപ്പിൽ നന്ദി ഇത്രയും നേരം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിക്കൊണ്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒറിജിനലിട്ട കുറച്ച്
ബ്യൂട്ടിഫുൾ മൊണ്ടാജസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ಶುರುವಾಗಿದೆ ಮಧ್ಯಂತರ ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬಿರು ಬೇಸಗೆ ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಬಳೆ ಬಾರದು ಗದ್ದತ್ತಲ ഇരുളನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು ನೀರಿನ ಹರಿವಿನಲ್ಲಿ ನೀತಿಯನು ನೀ ತಿಳಿದು ಓಡುವ ಜಲಧಾರೆಯದು ಎಂದಿಗೂ ನಿಲ್ಲದು. ಮಳೆಯ ನೀರು ಹಳೆಯ ತಳೆಯ ತೊಳೆಯುತ್ತ ಹಸಿರಿಗೆ ಉಸಿರಾಗದೆ ಮನದ ನೋವ ಕರಣ ಅಲೆಯಲು ದುಃಖವು ದಣಿವಾಗದೆ. ದುಡಿಮೆಯು ಒಂದೇ ದೇವರ ಸೇವೆ ಕಾಯಕ ಇರದ ತಾಳ್ಮೆಯೂ ನೋವೆ ಸಂವತ್ಸರ ಮನ್ವಂತರ ಸ್ಥಿತ್ಯಂತರ ಬದುಕಲಿತಿರುವುದು ನಿರಂತರ ಕಾಲಚಕ್ರವದು ತಿರುಗದೆ ಇರಬಹುದೇ. ಬದುಕ ದೋಣಿಯದು ಮುಳುಗದೆ ಇರಲು ಸಾಗರದ ಅಂಜಿಕೆಯು ಏಕೆ ಬದುಕ ಹಾಲು ಬವಣೆ ಹುಳಿಯ ಸೇರುತ್ತ ಸೊಗಸಿನ ಮೊಸರಾಗಲಿ ದುಡಿಮೆಯ ಓಟ ಸಾಧನೆಯ ಪಾಠ ಸಪ್ತಸ್ವರ ಶ್ರುತಿ ಸೇರಿದೆ ಸಂವತ್ಸರ ಶುರುವಾಗಿದೆ ಮಧ್ಯಂತರ ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬಿರು ಬೇಸಗೆ ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಮಳೆ ಬಾರದು ಕತ್ತಲ ഇരുളನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು. മൂന്നുപേരും സെയിം കളർ ഷെയ്ഡ് ഡ്രസ്സ് ഇട്ടേക്കുന്ന കാരണം ഞാൻ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും ഒരാളിവിടെ കയ്യിൽ കരിയാക്കി. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? എന്റെ കയ്യിലായില്ലല്ലോ. ഞങ്ങൾ ഓരോ സ്ഥലത്താണല്ലോ പോയെ. ഒരാൾ കൈ കഴുകുന്നു, മറ്റേ കൈ സൈമിൾട്ടേനിയസ്ലി കൊളാക്കുന്നു. എന്ത് പ്രിറ്റി ഡ്രസ്സസ് ആയിട്ടേക്കണേന്ന് വെച്ചേ. അച്ഛൻ അമ്മയും വേണോ? എടാ ഇവര് അത് കൊള്ളാടാ. വാ അവനും അവിടെ ഇരുന്നോ. Nobody. നിനക്ക് പേടിയാതിരിക്കല്ലേ ഇതുവരെ പഠിച്ചിരുന്നത്.
ഡോട്ട് ടച്ച്. ദൈവമേ ശക്തനായ ബാബു. സ്ലോ ആക്കാം. I have legs. എന്ത് ഗെയിമാണ്? കഴിച്ചോണ്ടിരിക്കണ ചോദിക്കും ഈ ഫോട്ടോയില് കാണുന്ന ശ്രീമാമ എവിടെയാ? അജടാ ചേച്ചിന്റെ അടുത്ത് വന്നു രണ്ടുപേരും. അച്ഛൻ പിടിച്ചോ? തിരിച്ച് രണ്ടുപേരും കൂടി നോക്കിന്നോ? അതെ അതെ, നിങ്ങൾ കണ്ടോട്ടാ. ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നു. ഇളയച്ചന്റെ അനുഗ്രഹം എന്റെ പോക്ക് എപ്പോഴും ഉണ്ട്. വാസുദേവ കമലാസന വന്ദിത ശേഷശയന രാരാ കൃഷ്ണ. വാസുദേവ കമലാസന വന്ദിത ശേഷശയന രാരാ കൃഷ്ണ. ദാസുനി നന്ദിതു మోసము చేసితే దోషముని కేరా గోపాల. దోషముని కేరా గోపాల. അച്ഛാടാ അതെ അതെ, ഞങ്ങൾ ക്രന്ദനനുത ചരണ കൃഷ്ണ. മന്ദരധര മുചുകുന്ദ വരദ സംക്രന്ദനനുത ചരണ. ചൂടുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുപോകുമ്പോൾ പിന്നില്ലാണ്ട് ഒരു മിനിറ്റ് ആ ഗ്ലാസ് നോക്കി അച്ഛാ ഒന്ന് ഗ്ലാസ് നോക്കി പതിയെ അടച്ചടച്ചോ. ഓക്കെ, അപ്പൊ ഏഴായിരത്തിന് കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് വരാം. ഓക്കെ. ഇതൊരു ഇമോഷണൽ ആണോ? അത് അച്ഛാമ്മ. ഓ മോനെ, അത് വീണ്ടും അച്ഛ. శరణు శరణు భూరమణ దయాకర కరుణ చూడరారా కృష్ణ. శరణు శరణు భూరమణ దయాకర కరుణ చూడరారా కృష్ణ. ధరణిలోన జనమురమున వెలసిన నరహరిదయ రాజా గోపాల. ഫുഡിന്റെ ഒരു മെനു കാണിച്ചു തരുമോ? ആ
Of course. Okay, please explain. ഇവിടെ ചോറ് starting with something basic salad. Okay. Chicken roast, beef Fry. No, Angamali manga curry. Manga curry. ഒരു സെപ്പറേറ്റ് വെജിറ്റേറിയൻ മെനു ഉണ്ട്. അത് signature plate ഇല്ല. പ്ലേറ്റിലില്ല, അതവിടെ ഉണ്ട്. ഇടും ഞാൻ അറിഞ്ഞ ഇയാളീ കഥ ഇവിടെ പറഞ്ഞത് ഞാൻ വന്ന് പറഞ്ഞു ഇപ്പൊ താനും വന്ന് പറഞ്ഞു മാറിയതാണ് ഇത് ആകാശം അവരെ ആരാധനയാത്ത ഈ പാത്രമൊക്കെ കാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 100 പാക്കറ്റ് എങ്കിലും ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതെ, ഇതിനകത്തൊക്കെ ഫുൾ ദേ അമ്മ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തി. അതെ, ഒരു പാക്കറ്റ് നമുക്ക് പാക്കറ്റ് അൺബോക്സിംഗ് വീഡിയോ. ഓക്കെ, അൺബോക്സ് ചെയ്യണ്ട, കുറെ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്തതാണ്. ഒരു വലിയ കഷ്ണം അലുവ, കാക്കിലോ അലുവ, ഓറഞ്ച് ജിലേബി, മഞ്ഞ ലഡു, ഓറഞ്ച് ലഡു, ബിസ്ക്കറ്റ്, ക്യാരറ്റ് ആൻഡ് കേക്ക്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നന്ദ സ്പെഷ്യൽ അച്ചപ്പം പാക്കേജിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ആക്ച്വലി ഞങ്ങൾ മറന്നു വീഡിയോ എടുക്കാൻ നമ്മളിവിടെ നമ്മളൊരു 50 പാക്കറ്റ് എടുത്ത് പാക്ക് ചെയ്ത് വിട്ടിരുന്നു. ഇല്ല, 50 അല്ല 15. വരഞ്ചെണ്ണായി എന്റെ പൊന്നെ. അറിയില്ല എന്താ ആണാ? ആരാണ് കൂടെ വന്നത്? ഞാനും അവനുമേ അജിയാന്റെയും കൂടി നെയ്ബർഹുഡിൽ നമ്മൾ ഇത്ര നേരം പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ കൊടുക്കാൻ പോവാം. ഓ, ഓക്കെ ഓക്കെ, യാ. നിനക്കറിയോ നീ ഏത് വീട്ടിലാ പോണെന്ന്? അമ്മാമ്മയുടെ വീട്ടിലാണോ പോണത്? അജിയാന്റിയുടെ തന്നെയാണ് അജിയാന്റെ വീട്ടിൽ പോയെന്നാന്ന് തോന്നുന്നു വിചാരിക്കുന്നത്. എടാ, എന്തിനാ പട്ടിയുടെ സൗണ്ട് തന്നെ ഉണ്ടാക്കണത്? പട്ടിയുടെ സൗണ്ട് തന്നെയാണ് ഉണ്ടാക്കണത് ശരിക്കും. ബൗ ബൗ എന്നാണ് നീ ഉണ്ടാക്കിയ സൗണ്ട്. ഇപ്പൊ ഓ, കാക്കേനോടാണ് സംസാരിക്കണത്. കാക്കയ്ക്ക് മനസ്സിലാവും, സെയിം ലാംഗ്വേജിലാണ് സംസാരിക്കണത്. പാട്ട് താറാവേ താറാവേ. ഇല്ല, ഫ്രണ്ടിൽ കയറി നിക്കണ്ട, ഫ്രണ്ടിൽ കയറി നിക്കാൻ പറ്റില്ല. നടുക്കിരിക്കണം. അജിയാന്റെ ഉണ്ടല്ലോ, എന്റെ തന്നേരം കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ഓ, അപ്പൊ ഇവിടെ അപ്പോൾ ബാക്കിയിരിക്കണം ഒറ്റയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്ക് ബാക്കിയിരിക്കണം. ഓക്കെ, വെയിറ്റ് ചെയ്തേന്നത് കാരണം. ഗോ, യേ. എല്ലായിടത്തും സാധനം കൊടുത്തിട്ട് വാട്ടാ. ഓക്കെ, ബൈ ബൈ. സൂക്ഷിച്ചിരിക്കേ ഈശ്വര. റണ്ണിങ് റേസ് ആയിട്ടത് അജിയാന്റെ ഓടിപ്പോയി. ഇവരുടെ സ്കൂട്ടറിന് പിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് അത് റണ്ണിങ് റേസ് ആക്കിയവര്. ഒരാള് അവനീനെ ഒന്ന് ട്രിപ്പ് പോയി വന്നപ്പോഴത്തേക്കിനും ധോനിനെ കൊണ്ടുപോകാത്തതിൽ സങ്കടം. അപ്പൊ നന്ദിച്ച ധോനിനെ കൊണ്ടുപോകട്ടാ. ബൈ ബൈ. ധോനിക്ക് സേഫ്റ്റിക്ക് വേണ്ടി അജിയാന്റെ പിന്നെയും ബാക്കി കയറുന്നതാട്ടാ. അജിയാനെ കൊണ്ടുപോകാനാണ് ഈ പോകുന്നത്. ഹായ് സുജാമേ. യെസ്, ഹായ്. എന്തോ
ഫുൾ ആക്ടിങ് ഉടായ്പ പിള്ളേര്. അക്കുന്റെ ഡിമാൻഡ്. ഓ മൈ ഗോഡ്. ബൈ ബൈ. ബൈ അവനുമ്മ. ഓ പടങ്ങി. അയ്യോ യൂടി. പന്തല് പന്തല് തിരിച്ചു. യെസ്. സോ എവരിബഡി, ഇന്ന് ഞങ്ങളുടെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ചിന്നു ഇനി കുഞ്ഞുവാവയായിട്ട് വീട്ടിലോട്ട് വരും. ഇനി ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇനി എല്ലാവരും അങ്ങോട്ട് പോകുന്നതിന്റെ ഒരു വളകാപ്പൂൾ വ്ലോഗൊക്കെ കാണാം നമുക്ക്. സോ വരുമ്പോ ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അച്ഛാടാ. അപ്പൊ താങ്ക് യു എവരിബഡി ഫോർ വാച്ച്. ഓ അച്ഛമ്മക്ക് വെള്ളം എടുത്തു കൊടുക്കും ആൾക്ക് എന്താ. അപ്പോൾ താങ്ക് യു എവരിബഡി ഫോർ വാച്ചിങ് അവർ വ്ലോഗ്. ഇതൊക്കെ എടുത്ത് അവനുമ്പോ ഒരു ബായ് പറയോ വ്ലോഗിന്? ഓ ബൈ.